ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റാഗി പൊടി സ്മൂത്തിയാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് റാഗിപ്പൊടി ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അത് എല്ലുകളുടെ ബലത്തിനും ആരോഗ്യത്തിനും നല്ലതാണ്. റാഗിപ്പൊടി സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഒരു ഗ്ലൂട്ടൻ ഫ്രീ കൂടിയാണ്. കൂടാതെ വെയിറ്റ് കുറയ്ക്കുവാനും ഡയബറ്റുകാർക്കും ഉത്തമമാണ്. നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബോണസ് ടിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു പാൻ വെച്ചു. അതിലേക്ക് 1 ടീസ്പൂണ് റാഗിപ്പൊടി ഇട്ട് കൊടുത്തു. 2 മിനിറ്റ് നേരം നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. 2 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾക്ക് അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കാം. അത് നമ്മൾ അടി പിടിക്കാണ്ട് നമ്മൾ ഇതേമാതിരി ഇളക്കി ഇനി 1 കപ്പ് പാല് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കട്ടയില്ലാണ്ട് ചൂടാക്കി എടുക്കാം. ഇതേമാതിരി പരുവത്തിൽ നമുക്ക് ചൂടാക്കി എടുക്കാം. ഇനി നമ്മളത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കപ്പലണ്ടിയാണ് വറുത്തെടുത്തിരിക്കുന്നത്. 1 ടീസ്പൂണ് കപ്പലണ്ടി നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഏലക്കായ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 ഈന്തപ്പഴം കുരുയില്ലാത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഇനി ഒരു പഴം കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ഇതിൽ ചേർത്തി കൊടുക്കാം. ഇനി അടപ്പ് വെച്ച് അടപ്പ് വെച്ച് അടച്ച് നമുക്ക് അടിച്ചെടുക്കാം. അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം. ഇനി നമുക്ക് അത് ഗാർണിഷ് ചെയ്ത് എടുക്കാം. പംകിൻ സീഡ് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിസ്ത നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്മൂത്തി റെഡിയായി കഴിഞ്ഞു. ബോണസ് ടിപ്പ് ഇതാണ്. നിങ്ങൾക്ക് ഈന്തപ്പഴം വേണ്ടെങ്കിൽ ഇടണ്ട. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് 1 ടീസ്പൂണ് തേൻ ഒഴിച്ച് കൊടുത്താലും മതി. പിന്നെ ഇത് പൊടി വറക്കുമ്പോൾ അടി പിടിക്കാണ്ട് ഇളക്കിയെടുക്കണം. നമ്മുടെ ചാനലിൽ പുതിയതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.